അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും ഞാൻ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും ദൈവകൃപ നിറഞ്ഞ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വചന ശുശ്രൂഷ ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനത്തിൻ്റെ അവസരത്തിലും വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ് നൂറുകണക്കിന് ആളുകൾ വരിക. ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്ന എല്ലാവരും ഒരുപാട് ദുഃഖിതരും അസ്വസ്ഥരുമാണ്. പ്രത്യേകമായി അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ പലതും ജീവിതമൊന്നും മുന്നോട്ട് പോകുന്നില്ലെന്നാണ്. എന്തൊക്കെയോ തടസ്സങ്ങളാണ്, എന്തൊക്കെയോ ബന്ധനങ്ങളാണ്, എന്തൊക്കെയോ അസ്വസ്ഥതകളാണ്, എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല, എത്ര പണിയെടുത്തിട്ടും പൈസ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പരാതികൾ. പലരും പല കാര്യങ്ങളും അതിന് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാകാം. ചിലരൊക്കെ പറയും മറ്റുള്ളവർ കാരണമാണ് പ്രശ്നം, ചിലരൊക്കെ പറയും മറ്റുള്ളവരുടെ പ്രവർത്തനം മൂലമാണ്, അന്ധകാര ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കും. പക്ഷെ പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ശാന്തമായി ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാത്തത്?
പലപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോലും ജീവിതത്തിലൊരു മുന്നോട്ടുള്ള ഗമനം, ഒരു വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ആത്മശോധനയോടെ ചിന്തിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അവനൊരു ഡ്രൈവറാണ്, സ്വന്തമായ വണ്ടിയുണ്ട്. അവൻ്റെ പിക്കപ്പ് വാൻ ഓടിച്ച് നടക്കുന്നു. പക്ഷെ അവൻ പറയുന്നത്, എന്തോരം പണിയെടുത്തിട്ടും അച്ഛാ പൈസ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഇനി എത്രയെങ്കിലുമൊക്കെ പൈസ വന്നാൽ അപ്പോഴേ എന്തെങ്കിലും പണി വന്ന് വണ്ടിക്കും. ഇനി അതും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ RTO പിടിച്ചു, ഈ പൈസ ചോർന്നു പോവുക. ലോണും കൊണ്ട് അടയ്ക്കേണ്ടി വന്നാൽ ഒന്നും മിച്ചമില്ല. അതായത് ഈ വരുമാനം കൊണ്ട് അവൻ്റെ പണിക്കൂലി പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അസ്വസ്ഥനാണ്. എന്തിനാ ഞാനിങ്ങനെ പണിയെടുക്കുന്നത്, മുന്നോട്ട് പോയിട്ട് ഒരു മാർഗമില്ലല്ലോ എന്ന നിരാശയും ദുഃഖവും വിഷമവും ഒക്കെ ആയിട്ട് വരുന്നു. ഞാൻ അവനോട് ശാന്തമായി ചിന്തിച്ചു പറഞ്ഞു, മോനെ, മാനുഷിക രീതിയിൽ ഒരു വണ്ടി ഓടുന്നു എന്ന് പറയുന്നത് കൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ നിലയിൽ അതിൻ്റെ ലോണൊക്കെ അടച്ചും ഈ വണ്ടിയുടെ എണ്ണ അടിച്ചും ഇതിൻ്റെ റിപ്പയർ എടുത്തും അതിൻ്റെ കേടുകളൊക്കെ മാറ്റിയൊക്കെ പോകുമ്പോൾ മുന്നോട്ട് പോകാൻ വിഷമമാണ്. കഷ്ടി നിൻ്റെ പണിക്കൂലി പോലെ ഒരു 10 300 രൂപയോ 400 രൂപയൊക്കെ ഒത്തു കിട്ടിയാൽ ചിലപ്പോൾ ഭാഗ്യമായിരിക്കും. ലോണൊക്കെ അടച്ചു തീർക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1000 രൂപ വരെ മിച്ചം പിടിക്കാൻ പറ്റും എന്നൊക്കെ എനിക്കറിയാവുന്ന എക്കണോമിക്സ് കൊണ്ടൊക്കെ പറഞ്ഞു വെച്ചു ഞാൻ. പക്ഷെ അന്നേരവും അവൻ പറയുന്നത്, അച്ഛാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മിച്ചം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ഞാൻ അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണുന്നത്, ഇവൻ വളരെ നന്നായി അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഒരു വാതിൽ പൂട്ടിക്കിടക്കുകയാണ്, താഴിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഈ താഴിട്ട പൂട്ട് തുറക്കാൻ വേണ്ടി ഇവൻ്റെ കയ്യിൽ കുറേ താക്കോലുകളുണ്ട്. ഒരു താക്കോലിട്ട് തുറക്കുന്നു, അത് ശരിയാവുന്നില്ല. ഈ താക്കോലിട്ട് തുറക്കാൻ നോക്കുക, ശരിയാവുന്നില്ല. പല പല താക്കോലിട്ട് തുറക്കാൻ നോക്കുന്നു. അത് കഴിയുമ്പോഴാണ് അവനിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ അവനോട് സംസാരിക്കുന്നു, ചോദിച്ചു, എടാ ഈ താക്കോലൊക്കെ നിൻ്റെ കയ്യിലുള്ള തുറക്കാൻ? അല്ലച്ചാ വേറെ താക്കോലുണ്ട്, ആ താക്കോലൊന്ന് തുറക്ക്. ആ താക്കോൽ വന്നപ്പോൾ ആ താക്കോലിട്ടു, അത് വാതിൽ തുറന്നു. ഞാൻ അവനെങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കായി ഒരുപാട് താക്കോലുകളിട്ട് തുറക്കാൻ നോക്കുക. പക്ഷേ യഥാർത്ഥ താക്കോലിടാതെ ഈ താഴ് തുറക്കില്ല. സ്വർണം കൊണ്ടുള്ള താഴിട്ടാലും അല്ലെങ്കിൽ നല്ല വെള്ളി കൊണ്ടുള്ള താഴിട്ട് പൂട്ടിയിരിക്കുന്നത് താക്കോലിട്ടാലും തുറക്കില്ല. ആ കൃത്യം താക്കോലുണ്ടെങ്കിലേ തുറക്കുള്ളൂ. മോനെ, നിന്റെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കുള്ള ദൈവകൃപയുടെ താക്കോലാണ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നീ മറ്റെല്ലാ താക്കോലിടുന്നുണ്ട്, ഒന്നും തുറക്കുന്നില്ല. കാരണം നീ ഇടേണ്ട താക്കോലേതാ? ദൈവകൃപയുടെ താക്കോലാണ്, ദൈവബന്ധത്തിൻ്റെ താക്കോലാണ്, ദൈവവിശുദ്ധിയുടെ താക്കോലാണ്. അവിടെ അന്ധകാരമാണെങ്കിൽ, അതില്ലെങ്കിൽ എങ്ങനെ നീ വിജയിക്കും? ഞാൻ പ്രാർത്ഥനാപൂർവ്വം അവനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കി, അതായത് ഇവന് ഈ എല്ലാ പരിശ്രമത്തിനുള്ളിലും ഇവന് ബേസിക്കായ 2 തെറ്റുകളുണ്ട് ഇവൻ്റെ ജീവിതത്തിൽ. ഒന്ന്, ഇവൻ വല്ലപ്പോഴൊക്കെ മദ്യപിക്കും. വിഷമവും പ്രയാസവും വരുമ്പോൾ അവൻ മദ്യപിക്കും. ടൗണിൽ ഓട്ടം പോകുമ്പം ബെവറേജിൽ നിന്ന് കുപ്പി മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ ഈ വണ്ടിക്കകത്ത് തന്നെ കുപ്പിയും വെച്ച് നടക്കുന്നത്. മദ്യത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അവൻ്റെ വണ്ടിയിൽ. ആ മദ്യത്തിൻ്റെ സാന്നിധ്യമുള്ള വണ്ടി അതെന്നും അശുദ്ധിയുടെ പിശാചിൻ്റെ ഒരു വിഹാര രംഗമാണ്. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ അവൻ പോകുമ്പോൾ പകൽ സമയത്തൊക്കെ മാന്യനായി നിൽക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലും വൈകുന്നേരം ആകുമ്പം അവൻ മദ്യപിച്ചിട്ടാണ് പോകുന്നത്. അതായത് മദ്യം എന്ന് പറയുന്നൊരു പിശാച്, ഒരശുദ്ധി അവൻ്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നു. അതുമാത്രമല്ല, അവൻ വ്യക്തിപരമായ ജീവിതത്തിൽ അശുദ്ധമായൊരു ബന്ധത്തിലാണ് പെട്ട് കിടക്കുന്നത്. വളരെ സ്വകാര്യമായി അവൻ കൊണ്ടുനടക്കുന്ന ഒരു അവിഹിതമായ അടുപ്പമുണ്ട്. അങ്ങനെ മദ്യത്തിൻ്റെതായ ഒരു അശുദ്ധിയും സെക്സിൻ്റെതായ ഒരു അശുദ്ധിയും നിൽക്കുന്ന അവൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കും? ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ തകർന്നു നിൽക്കുന്ന സ്ഥലത്ത് ദൈവം എങ്ങനെ അവന് വേണ്ടി പ്രവർത്തിക്കും? ഞാൻ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട
ആ മുന്തിരിച്ചെടിയുടെ കഥ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കും. എൻ്റെ പ്രിയന് വേണ്ടി ഒരു പ്രേമഗാനം ആലപിക്കട്ടെ എന്ന് പറഞ്ഞതോടാണ് 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അങ്ങ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നല്ല മുന്തിരിച്ചെടികളെ കൊണ്ടുവന്ന് വിശാലമായ മണ്ണിൽ ഞാൻ നട്ടു കഴിഞ്ഞിട്ട് അതിങ്ങനെ മുളച്ചു പൊങ്ങിയപ്പോൾ അതിന് തടവൊരുക്കി, വെള്ളമൊഴിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി, അത് പൊങ്ങിയപ്പോൾ ഞാൻ കമ്പ് കെട്ടിക്കൊടുത്തു. ഒത്തിരി ചെടികൾ വളർന്നപ്പോൾ ഞാൻ പന്തൽ കെട്ടിക്കൊടുത്തു. കന്നുകാലികൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ ഞാനതിന് വേലി കെട്ടി. കുറച്ചുകൂടി വലുതായപ്പോൾ മുന്തിരിക്കൊലകളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ മറ്റാക്രമണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, കള്ളന്മാരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിന് ചുറ്റും മതിലും കെട്ടി. അങ്ങനെ വളരെ പ്രിയപ്പെട്ട സംരക്ഷണവും സ്നേഹവും കൊടുത്ത് വളർത്തിയെടുത്തൊരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് കർത്താവ് വിലപിക്കുന്നത്. എന്താണ് കർത്താവ് വിലപിച്ചത്? പക്ഷെ ഇന്ന് ഈ മുന്തിരി പഴുത്തു കിടക്കുന്ന കണ്ട് ഞാൻ വളരെ താല്പര്യത്തോടെ പറിക്കാൻ ചെന്നപ്പോൾ ഇത് കാട്ടുമുന്തിരിങ്ങയാണ്, ഇത് കഴിക്കുന്ന മുന്തിരിങ്ങയാണ്. എൻ്റെ സ്വപ്നങ്ങൾക്കൊത്ത മുന്തിരിങ്ങയല്ല. അതെനിക്ക് ദുഃഖവും ദുരിതവുമാണ് തരുന്നത്. എന്ത് സംഭവിക്കും? അടുത്ത വചനങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. യജമാനൻ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ അതിൻ്റെ വേലി പൊളിച്ച് അതിനെ നാശത്തിന് വിട്ടുകൊടുക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം 5-ാം വചനമാണത്. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുന്നില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിനുമേൽ മഴ വർഷിക്കരുന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിന് മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, അത് യൂദയ ജനമാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയും മതിലൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കർത്താവ് അത് പൊളിച്ചു കളഞ്ഞതാ. നിങ്ങൾക്കിന്ന് നാശമാണെങ്കിൽ കർത്താവ് നിങ്ങളെ നാശത്തിന് വിട്ടുകൊടുത്തതാ. അത് നിങ്ങളുടെ ചുവട് കളച്ചിട്ടില്ല, നിങ്ങളുടെ മേൽ മഴ പെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം മഴ പെയ്യരുതെന്ന് കർത്താവ് മേഘങ്ങളോട് ആജ്ഞാപിച്ചിട്ടാണ്. അതായത് സ്വയം പരിത്യക്തമായി അത് അവസാനിക്കുകയാണ്. എന്താണ് സംഭവം? കർത്താവിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് വളരാതെ അശുദ്ധിയുടെ മുള്ളുകളാണ് വളർന്നു നിൽക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഓർക്കും, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ സഭയിൽ ഇന്ന് ഒരു കാര്യവും ഭംഗിയായി പോകുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവരൊക്കെ വിമർശിക്കാം. മറിച്ച് നമ്മളോട് ചിന്തിച്ചു നോക്കിയേ, എന്തു പറ്റി എനിക്ക്? എൻ്റെ ഹൃദയം പരിത്യക്തമാണോ? ഇപ്പോൾ എൻ്റെ വേലി പൊളിച്ചു കിടക്കുകയാണോ? വേലി പൊളിച്ചാൽ സംഭവിക്കും, എല്ലാവരും ആക്രമിക്കും. എല്ലാ കന്നുകാലിയും വരും, എല്ലാ കുറുക്കനും വരും, എല്ലാ കാട്ടുമൃഗവും വരും. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ രോഗം, തിന്മ, തകർച്ച, അസ്വസ്ഥത എല്ലാം ഇടിച്ചു കയറി വരികയാണോ? ഗൗരവമായ ആത്മശോധന ചെയ്തു നോക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ വേലി പൊളിഞ്ഞു കിടക്കുന്ന മുന്തിരിത്തോട്ടമാണോ എന്നും, ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാത്ത ഇടമാണോ എന്നും, ദൈവം വസിക്കാത്ത ഇടമാണോ എന്നും. അതായത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന അന്ധകാരമാണ്. നമ്മൾ ഒരുപാട് താക്കോലിട്ട് തുറക്കാൻ നോക്കുന്നു, ഒരു താക്കോലിട്ട് ശരിയാവുന്നില്ല. കാരണം യഥാർത്ഥ താക്കോൽ എവിടെയോ കൊണ്ടേ കളഞ്ഞു നമ്മൾ. യഥാർത്ഥ താക്കോല് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെതാണ്, ദൈവവുമായ സ്നേഹത്തിൻ്റെതാണ്. അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അനുതാപത്തിൻ്റെ എളിമയുടെ മനസ്സുണ്ടെങ്കിലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പഴയ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ അടിത്തറ എന്ന് പറഞ്ഞു വെക്കുന്നത് അനുതാപമാണ്. എൻ്റെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനുള്ള മനസ്സിൻ്റെ തിരിനോട്ടമാണ് അനുതാപം. ഇന്നെല്ലാവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. അവർ കാരണം, ഇവർ കാരണം, അങ്ങനെ കാരണം, ഇങ്ങനെ കാരണം എന്നൊക്കെ പറയാം. കുറേ കാരണങ്ങളുണ്ട്. മറിച്ച് എനിക്കെന്ത് പറ്റി? എൻ്റെ പാളിച്ച എന്താണ്? എവിടെയാണ് ഞാൻ ദൈവത്തോട് അകന്നു പോയത്? എവിടെയാണ് എനിക്ക് പരാജയം സംഭവിച്ചു പോയത് എന്ന് ആത്മാർത്ഥമായി അനുതപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ പുതുവസന്തങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ രോഗങ്ങളാണ്. കാരണം ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിൻ്റെ വീട് മാറുന്നില്ല. നീ അശുദ്ധിയിലും നീ അപരാധപരമായ പ്രവർത്തനങ്ങളിലും
വിഗ്രഹാരാധനകളിലും നീ മുഴുകിക്കിടക്കുമ്പോൾ എങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും? നിന്റെ മനസ്സിൽ ശത്രുതയും വെറുപ്പും വിദ്വേഷം കൊണ്ടുനടക്കുമ്പോൾ എങ്ങനെ ദൈവം നിന്റെ കൂടെ വസിക്കും? നിന്റെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയും ആത്മീയതയും ഇല്ലെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം നിന്നിൽ നിറഞ്ഞു നിൽക്കും? നമ്മൾ ചോദിക്കുന്നൊക്കെ തരാൻ ദൈവം തയ്യാറാ. പക്ഷേ സ്വീകരിക്കാൻ മാത്രം നമ്മൾ ഒരുങ്ങിയോ എന്ന് കർത്താവ് എന്നും ചോദിക്കുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വചനമില്ലേ? നിങ്ങളുടെ മുത്തുകൾ പന്നികൾ കിട്ടുകൊടുക്കരുത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുമെന്നും. അതായത് സ്വീകരിക്കാൻ ഒരുക്കമില്ലാത്ത വ്യക്തിക്ക് ദൈവം എങ്ങനെ തരും? ദൈവം തരാൻ തയ്യാറാണ്, എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറാ. പക്ഷെ നമ്മൾ സ്വീകരിക്കാൻ മാത്രം ആഴമേറിയ അനുതാപവും ആഴമേറിയ ദൈവാശ്രയ ബോധമില്ലാതെ നിൽക്കുമ്പോൾ ഒരു കൃപയും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് മകനെയും മകളെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോവുകയാണോ നീ? അത് വെറുതെ സഹനമാണ്, അത് വെറുതെ ദൈവശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് നീ മറ്റുള്ളവരെ കുറ്റം ചാരി നിൽക്കണ്ട. നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞ് നിന്റെ മുട്ടുകുത്തി നിന്ന് നീ അനുതാപത്തോടെ ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റു പറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്ന് ഏറ്റു പറയണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ മുട്ടുകുത്തേണ്ടത് അപ്പനും അമ്മയാണ്. എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നും എൻ്റെ സമൂഹത്തിൽ അസ്വസ്ഥതകൾ പെരുകുമ്പോൾ ഞാനാണ് കർത്താവിനോട് മാപ്പ് ചോദിക്കേണ്ടത്, ദൈവമേ കരുണയാകണമേ എന്നും. ജനം പാപം ചെയ്തപ്പോൾ മരുഭൂമിയിൽ ദൈവത്തിനെ പിറുപിറുത്തപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയും പരിപാലനം ധിക്കരിച്ചപ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ ഇറങ്ങി ഈ ജനത്തെ മുഴുവൻ കടിച്ച് ഓരോരുത്തരായി വീണപ്പോൾ മോശ നിലം പറ്റ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്ന് വചനം വായിക്കുന്നില്ലേ? കർത്താവേ, ഈ ജനം ദുശ്ശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളെ തള്ളിക്കളയരുതേ. ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ജനം ആരോപിക്കും. കർത്താവേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു, കരുണയാകണമേ, ഈ ജനത്തിൻ്റെ തെറ്റുകൾക്ക് കരുണയാകണമേ എന്ന് നിലം പറ്റ കമിഴ്ന്ന് കടന്ന് പ്രാർത്ഥിച്ച മോശയുടെ അനുതാപം നമുക്ക് ആവശ്യമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ അസ്വസ്ഥതകളുടെ പാപത്തിൽ പെട്ടുപോയപ്പോൾ 7 ദിവസം ജലപാന പോലുമില്ലാതെ നിലത്ത് കമിഴ്ന്ന് കടന്ന് ഉപവസിച്ച ദാവീദിൻ്റെ അനുതാപം നമുക്ക് ആവശ്യമുണ്ട്. അനുതാപത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ പ്രവേശിക്കേണ്ടത്. നമ്മൾ ഈ നവംബർ മാസം കടന്ന് ഡിസംബറിലേക്ക് കടക്കുമ്പോൾ, ഇത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ കടക്കുമ്പോൾ മനസ്സിൽ ആഴത്തിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കാനുള്ള കാലഘട്ടവും കൂടിയാണെന്ന് എനിക്ക് തോന്നുക. ഇന്നെല്ലാവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിലാണ്. ഇന്ന് ഏറെ അധിക്ഷേപങ്ങൾ ആരോപണങ്ങളുടെ കാലഘട്ടമാണ്. ആരും സ്വയം തിരിഞ്ഞ് എൻ്റെ തെറ്റാണ്, എൻ്റെ പാളിച്ചയാണ് എന്ന് പറയാത്തത് കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകാത്തത്. അതുകൊണ്ട് ആഴമേറിയ അനുതാപത്തെക്കുറിച്ച് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കാര്യങ്ങളൊന്നും ഭംഗിയായി പോകുന്നില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയമായ അനുതാപത്തിൻ്റെ തരംഗങ്ങളിലേക്ക് തിരിച്ചെത്തണം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റേതുമായ ശ്രേഷ്ഠമായ ആത്മീയതയിലേക്ക് തിരിച്ചെത്തണം. നമ്മൾ മുട്ടുകുത്തണം, നമ്മൾ മാപ്പ് ചോദിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സഭ പല സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു, നമ്മുടെ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, നമ്മുടെ ഇടയന്മാർ വിമർശിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അനുതാപത്തോടെ ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട ഒരു ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട പല ആളുകളിൽ നിന്നും ഒരുപാട് പേർ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകുന്നു. പള്ളി വരാത്തവരുടെ എണ്ണം കൂടുന്നു. യുവജനങ്ങൾ പലരും അലസരായും അശുദ്ധിയിൽ ജീവിക്കുന്നു. എസെക്കിയേലിൻ്റെ പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞു വച്ചില്ലേ, എൻ്റെ ആടുകളെ നീ വെച്ച് കെട്ടിയില്ല, മുറിവേറ്റതിനെ നീ ചുവന്നു നടന്നില്ല, അവയെ നീ താലോലിച്ചില്ല, വീണുപോയതിനെ കൂട്ടിക്കൊണ്ടുവന്നില്ല, ഇടയാ നിനക്കെതിരായിട്ടാണ് എൻ്റെ പരാതി. അതായത് എൻ്റെ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് അനുദപിക്കാൻ തയ്യാറുള്ള ഇടയന്മാരുടെ സമൂഹം ഉണ്ടാകണം. എവിടെയൊക്കെയോ നമ്മൾ താക്കോലുകൾ മാറിയിട്ട് തുറക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥ താക്കോല് അനുതാപത്തിൻ്റെ താക്കോലാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകി വരാനുള്ള യഥാർത്ഥ താക്കോല് അനുതാപത്തിൻ്റെ താക്കോലാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത്?
എവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയത്? എവിടെയാണ് നമ്മൾ ഉപവസിക്കാൻ മറന്നുപോയത്? എവിടെയാണ് നമ്മൾ മുട്ടുകുത്താൻ മറന്നുപോയത്? ഇതാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു ചിന്ത ആഴത്തിൽ കൊണ്ടുനടക്കണം. അല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറ്റിപ്പോയ അപജയങ്ങളുടെ അനുരണനങ്ങളാണ് സമൂഹത്തിലെ ഓരോ കുടുംബത്തിലും വ്യക്തികളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് പറ്റിപ്പോയ പാളിച്ചയുടെ അതിൻ്റെ മഴ പെയ്തതിനു ശേഷമുള്ള മരങ്ങളിലെ വെള്ളക്കിലുക്കം പോലെ മക്കളിലേക്ക് അശുദ്ധി പടർന്നുകൊണ്ടിരിക്കുന്നു. വേലി പൊളിഞ്ഞു കിടന്നാൽ ആരാണ് ആക്രമിക്കാത്തത്? മതിൽ പൊളിഞ്ഞു കിടന്നാൽ ഏത് മൃഗമാണ് വരാത്തത്? മഴ പെയ്യാതിരുന്നാൽ ഏത് ചെടിയാണ് ഉണങ്ങിപ്പോകാത്തത്? ഇന്ന് ഉണങ്ങിപ്പോകുന്നു. കാരണം മഴ പെയ്യുന്നില്ല, ദൈവകൃപ പെയ്യുന്നില്ല. ദൈവകൃപയ്ക്ക് പെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ അനുതാപമില്ല. ദൈവകൃപയ്ക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വിശുദ്ധിയില്ല. ഇവിടെ മുഴുവൻ അശുദ്ധിയാണ്. എല്ലാം പൊളിഞ്ഞു കിടക്കുമ്പോൾ ആരും വരും? മാലിന്യങ്ങളും ദുർഗന്ധങ്ങളുള്ള സ്ഥലത്ത് കർത്താവ് പഠിപ്പിച്ച പോലെ എവിടെ ശവമുണ്ടോ അവിടെ കഴുകും വരും. ഇന്ന് ആഴത്തിൽ അനുദപിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പം ഞാൻ ഓർക്കും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ തെറ്റുകളെ ഓർത്ത് ഞാൻ അനുദപിക്കണം. നാഥാ, തെറ്റുപറ്റിപ്പോയി, കരുണയാകണമേ കർത്താവേ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ കരുണയാകണമേ കർത്താവേ. അങ്ങേ സ്വപ്നങ്ങൾക്കൊത്ത് വളരാൻ എനിക്ക് സാധിച്ചില്ല കർത്താവേ. അങ്ങനെ ഏൽപ്പിച്ച മുന്തിരിച്ചെടി പോലെ ഫലമുണ്ടാക്കാൻ സാധിച്ചില്ല കർത്താവേ. എന്നോട് ക്ഷമിക്കണമെന്നും കരുണ തോന്നണമേ കർത്താവേ, അലിവ് തോന്നണമേ കർത്താവേ, ഞാൻ പാപിയാണേ കർത്താവേ എന്നൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. കോപത്തോടെ എന്നെ നോക്കരുതേ, കോപമാർന്ന നയനങ്ങളോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ, അങ്ങനെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കണം. സ്വഭാവം എന്നെ തളിക്കണമേ, നിഷ്കളങ്കമാര് ഹൃദയം തരണമേ, നിർമ്മലമാര് മനസാക്ഷി നൽകണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. അതായത് അനുതാപത്തിൻ്റെ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ മാറി നിൽക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് സ്തുതിപ്പുകളും ഒക്കെ ഉയരുമ്പോഴും ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥനെന്ന വചനം നമ്മൾ മറന്നുപോയേക്കരുത്. ഈ ഹൃദയം നുറുങ്ങുന്നത് ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും പരാതി കൊണ്ട് മാത്രമല്ല, അനുതാപത്തിൻ്റെ ഹൃദയമാണ്. അനുതാപത്തിൻ്റെ ഹൃദയമാണ്. തെറ്റുപറ്റിപ്പോയി എന്നവൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തോടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. എങ്കിലേ നമുക്കിനി വളരാൻ പറ്റുള്ളൂ. ഇന്ന് എല്ലാവരും ഈ അനുതാപത്തിന് തലം മാറ്റി വയ്ക്കുക. എല്ലാവരും മറ്റുള്ളവരുടെ കുറ്റം. ചിലർ പറയും അവർ കാരണം പ്രശ്നം, ഇവർ കാരണം. ഞാൻ കാരണമാണ് പ്രശ്നം, എൻ്റെ തെറ്റാണ്. ഞാൻ എവിടെയൊക്കെയോ ദൈവകൽപ്പനകൾ ലംഘിച്ചു പോയി, എവിടെയൊക്കെയോ ഞാൻ ദൈവസ്നേഹത്തിൽ നകന്നുപോയി. ദൈവസ്നേഹത്തിൽ നകന്നു പോയപ്പോൾ തണുത്തുറഞ്ഞു പോയി വിശ്വാസം. തണുത്തുറഞ്ഞു പോയപ്പോൾ എല്ലാ പ്രാണികളും കടന്നു വരും. ഞാനൊക്കെ ഓർക്ക് കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ അടുപ്പിലൊക്കെ വലിയ വലിയ കല്ലൊക്കെ വെച്ചു അടുപ്പിൽ ചെമ്പിലൊക്കെ കപ്പ വാട്ടിയ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ കപ്പവാട്ട് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്. പച്ചക്കപ്പ പറിച്ച് അയലോകക്കാരെല്ലാവരും കൂടെ ചുവന്നുകൊണ്ട് വന്ന് പൊളിച്ച് നന്നായി എല്ലാവരും കൂടെ പണിയെടുക്കുകയാണ്. അപ്പോൾ വലിയ ചെമ്പിൽ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് കപ്പ വാട്ടി തുടങ്ങുന്നത്. അപ്പോഴേക്കും പിള്ളേർക്ക് വല്ലതൊക്കെ കപ്പയും കറിയൊക്കെ ആയി ഒക്കെ പോവും. രാത്രി മുഴുവൻ ചേട്ടന്മാർ കപ്പ വാട്ടും. നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും കപ്പവാട്ടെല്ലാം കഴിഞ്ഞ് കപ്പയൊക്കെ കല്ലേലക്കൂടെയൊക്കെ നികത്തിയിടാം. പക്ഷെ ആ അടുപ്പിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര ചൂടായിരിക്കും. രാത്രി മുഴുവൻ കത്തിച്ച ഈ അടുപ്പിൻ്റെ അഗ്നി കൊണ്ടത്തെ ചൂട് കാരണം ഈ കല്ലിൻ്റെ അടുത്ത് പോലും എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കപ്പയുടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് അടുത്ത് ചെന്നാൽ കാല് പോലും പൊള്ളും. അത് അന്ന് പകൽ മുഴുവൻ ഭയങ്കര ചൂടല്ല അടുത്തത്തിൽ. വൈകുന്നേരം ആകുമ്പോഴേക്ക് തണുക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കുറേയും കൂടെ തണുത്തു. 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൽ ഫ്രീ ആയിട്ട് കടക്കാൻ സാധിക്കും. അങ്ങനെ അത്രമാത്രം ചൂടുണ്ടായിരുന്ന ആ അടുപ്പുകളിലൊക്കെ ഒരാഴ്ച കൊണ്ട് തണുക്കും. ഒരു 15-20 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാണാം അടുപ്പായൊരു സ്ഥലത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. ആ വെള്ളത്തെ കാട് പിടിച്ചു കിടക്കുന്നു. മാത്രമല്ല ചിലപ്പോൾ അവിടെ പഴുതാറ് കാണും, ചിലപ്പോൾ പാമ്പ് കാണും, ചിലപ്പോൾ ക്ഷുദ്രജീവികൾ കാണും. ഞാനിങ്ങനെ ഇപ്പോൾ ഞാൻ ഓർക്കും, ഒരു കാലത്ത് ചൂട് പിടിച്ചു കിടന്ന സമയത്ത് ആർക്കും അടുത്ത് വരാൻ പറ്റാത്ത അഗ്നികുണ്ഡമായിരുന്ന സ്ഥലം ഇന്നിതാ ഏത് പ്രാണിക്കും പഴുതാരിക്കും വരാമോ തണുത്ത് കുറച്ച് പോയി. കാരണം എന്താ? തീ കെട്ടുപോയി. തീ കെട്ടുപോയി. ഉള്ളിലെ തീ കെട്ടുപോയാൽ ഏത് പ്രാണിയും പഴുതാരം വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാണി പഴുതാര പോലെ രോഗം, തകർച്ച, ദുരിതങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളിലെ തീ കെട്ടുകഴിഞ്ഞിരിക്കുന്നു.
അഗ്നിനാളങ്ങൾ കെട്ടുകഴിഞ്ഞിരിക്കുന്നു. ആത്മീയത്തിൽ അഗ്നിനാളങ്ങൾ കെട്ടിരിക്കുന്നു. എന്താണ് ആത്മീയ അഗ്നിനാളങ്ങൾ? അത് അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെ അഗ്നിനാളങ്ങളാണ്. അനുതാപവും പ്രാർത്ഥനയും ആളിക്കത്താത്ത ഏത് കുടുംബത്തിലും, ഏത് വ്യക്തി സമൂഹത്തിലും, ഏത് ഇടവകയിലും ദുഷ്ടശക്തികൾ വരാൻ തുടങ്ങും. അത് പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകും, തകർച്ചകളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും. വേര് പൊളിച്ചു കളഞ്ഞാൽ ഏത് ദുഷ്ടമൃഗവും വന്ന് പതിക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഉള്ളിൽ പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റേതുമായ അഗ്നി കത്തിക്കണം. തീ കത്തിക്കണമേ യഹോവയെ, എന്നിൽ തീ കത്തിക്കണമേ എന്നൊക്കെ പാടുമ്പോൾ അർത്ഥമാക്കുന്ന ഈ ആത്മീയത ഉള്ളിൽ അനുതാപത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കണം, ഉള്ളിൽ പ്രാർത്ഥനയുടെ തീ കത്തിക്കൊണ്ടിരിക്കണം, ഉള്ളിൽ പരിഹാരത്തിന് തീ കത്തിക്കൊണ്ടേയിരിക്കണം. നിരന്തരമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. നിരന്തരമായ അനുതാപത്തോടെ കർത്താവിനെ തേടുന്നൊരു ഹൃദയമുണ്ടാകണം. എങ്കിൽ ഇന്ന് നിൻ്റെ വ്യക്തി ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സമൂഹത്തിലൊക്കെ നിരന്തരമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണീരിൻ്റെ ഉറവകൾ ഉയരട്ടെ. ബാബിലോൺ നദിയിൽ തീരത്തിരുന്ന് ഞങ്ങൾ സെഹിയോനെ ഓർത്ത് കരഞ്ഞെന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലും തീരങ്ങളിലിരുന്ന് കണ്ണീരോടെ വിലപിക്കണം. സിയോനെ, നിന്നെ ഞാൻ മറന്നു പോവില്ല, നിന്നെക്കുറിച്ച് പാടാതിരിക്കില്ല. ഞാൻ നിന്നെ മറന്നുപോയാൽ എൻ്റെ സംസാരശേഷി ഇല്ലെന്നാകട്ടെ, ഞാൻ നിന്നെക്കുറിച്ച് പാടാതിരുന്നാൽ എൻ്റെ വലത് കൈ ശോഷിച്ചു പോട്ടെ. അത് അനുതാപത്തിൻ്റെ, കണ്ണീരിൻ്റെ പ്രാർത്ഥനാഗാനങ്ങൾ ഉണ്ടാകണം ഈ കാലഘട്ടത്തിൽ. വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ കൂടെ ആഴത്തിൽ പ്രാർത്ഥിച്ച് അനുതപിച്ച് സ്വയം വിശുദ്ധീകരിക്കാനുള്ള ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആഘോഷങ്ങളും ആർഭാടങ്ങളും ചർച്ചകളും സെമിനാറുകളും ഒക്കെയായി കടന്നു പോകുന്ന ദിനങ്ങൾ മാത്രം പോരാ. വ്യക്തിപരമായും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ക്രിസ്മസിലേക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന ചിന്ത. നല്ല തമ്പുരാനെ, അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ തകർച്ചകൾ, ദുരിതങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്കെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വയം അനുതപിക്കാനും പരിഹാരം ചെയ്യാനും പ്രാർത്ഥിക്കാനുള്ള ഒരാത്മീയ ഉണർവ് ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നിമിഷവും വ്യക്തിപരമായ പാപത്തിൻ്റെ ദുരന്തങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങയുടെ മുമ്പിലേക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെയും നൊമ്പരങ്ങളെയും ഓർത്ത് ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണയാകണമേ, ഞങ്ങൾക്ക് രക്ഷയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.